ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ പറ്റും. അതിശയാണ് അല്ലേ? എങ്ങനെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ നമുക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ പറ്റുക? അങ്ങനെ പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ഡെയിലി നമുക്ക് ഡിയറസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ, ലവേഴ്സ് ഉണ്ടാവും, ലവ് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ്, വൈഫ്. അപ്പം അങ്ങനെയുള്ള നമുക്ക് പ്രയോറിറ്റി, നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരായിട്ടേക്ക് നമ്മൾ ഡെയിലി ചാറ്റ് ചെയ്യുന്നുണ്ടാവും. എല്ലാവരായിട്ടും നമ്മൾ ഡെയിലി ഒന്നും ചാറ്റ് ചെയ്യുന്നുണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് വാട്സപ്പിൽ കയറാതെ തന്നെ നമുക്ക് ഇവരായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചാറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ഒന്നും കയറിയിട്ട് നമ്മൾ അവരെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ഓപ്ഷൻ വാട്സപ്പിലുണ്ട്. ഇത് പലർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. നിങ്ങളിത് മുഴുവനായിട്ട് കാണണമെങ്കിൽ ഒന്ന് ആദ്യം എന്ത് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട ഞാൻ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈലിന്റെ ഹോം സ്ക്രീനിൽ നമുക്ക് വാട്സപ്പിന്റെ ഐക്കൺ കാണാൻ സാധിക്കും അല്ലേ? ഈ വാട്സപ്പിന്റെ ഐക്കൺ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ വാട്സപ്പിൽ കയറാതെ തന്നെ നമുക്ക് വാട്സപ്പിലുള്ള ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ തംബ്നെയിലിൽ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ കുറേ പ്രൊഫൈൽ നെയിംസ് നമുക്ക് കാണുന്നുണ്ട്, കുറേ നമ്മുടെ കോൺടാക്ട്സുകൾ കാണുന്നുണ്ട് അല്ലേ? ഇവിടെയൊക്കെ കോൺടാക്ട്സുകൾ, ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇവരായിട്ടൊന്നും ഡെയിലി നമ്മൾ ചാറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം നമുക്ക് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം ഞാൻ അതിൽ എൻ്റെ വൈഫിൻ്റെ ഒരു കോൺടാക്റ്റാണ് ഞാൻ എടുക്കുന്നത്. അത് നമുക്ക് ഇവിടെ ഒന്നും കാണുന്നില്ല. അതെന്താ കാണാത്തത്? ഞാനത് ലോക്ക് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് ലോക്ക് ചെയ്യുക എന്നുള്ളത്. മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഏറ്റവും ടോപ്പിലാണ് ആ ലോക്ക്ഡ് ചാറ്റ്സ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക്ഡ് ചാറ്റ്സ് എങ്കിൽ മാത്രമേ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഫോൺ സേഫ് ആയിട്ട്, നമ്മുടെ ചാറ്റുകൾ സേഫ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഞാനത് തമ്പ് കൊടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് കൊടുത്തിട്ടോ നിങ്ങൾക്ക് അത് ലോക്ക് ചെയ്യാൻ പറ്റും. അത് അൺലോക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനത് അൺലോക്ക് ചെയ്തു. അപ്പോൾ ഞാൻ അതിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന സ്വപ്ന എന്ന് പറഞ്ഞ വ്യക്തിയുടെ, എൻ്റെ വൈഫിൻ്റെ ഇവിടെ കണ്ടില്ലേ 3 ഡോട്ട്സ് കാണിക്കുന്നുണ്ട് അല്ലേ? ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ മോർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. ഏറ്റവും താഴെ മോർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഇന്റർഫേസിലേക്ക് ആണ് വരുന്നത്. മറ്റൊരു പോപ്പപ്പ് വരുന്നുണ്ട്. ഏറ്റവും താഴെ ആഡ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ആഡ് ഷോർട്ട് കട്ട്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ ചോദിക്കുന്നുണ്ട് ഒരു ആഡ് ഷോർട്ട് കട്ട് കൊടുക്കട്ടെ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും താഴെയുള്ള ആഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കുക. ഏറ്റവും താഴെ കാണുന്ന ആഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ആ ബട്ടൺ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഐക്കൺ എവിടേക്ക് വരുന്നുണ്ട്? നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് ഷോർട്ട് കട്ട് ആയിട്ട് വരും. ഇനി നമുക്ക് ഇത് ഒരു വ്യക്തിയുടേതല്ല, നമുക്ക് എത്ര വ്യക്തികളുടെ വേണം, നിങ്ങളുടെ ഡിയറസ്റ്റ് ആയിട്ടുള്ള എത്ര വ്യക്തികളുടെ വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോം സ്ക്രീനിലേക്ക് ഷോർട്ട് കട്ട് ആക്കി വെക്കാൻ പറ്റും. ഇനി നമുക്ക് നേരെ ഒന്ന് മൊബൈലിന്റെ ഹോം സ്ക്രീനിലേക്ക് ഒന്ന് പോയി നോക്കാം, പറഞ്ഞത് കൃത്യമാണോ എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ഹായ് എന്നുള്ളൊരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇങ്ങനെ അയക്കണം എന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഹോം സ്ക്രീനിൽ കയറിയിട്ട് തന്നെ നമുക്ക് അയക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് നമ്മുടെ ഹോം സ്ക്രീൻ എടുത്തിട്ടുണ്ട്. മൊബൈലിൻ്റെ ഹോം സ്ക്രീനിൽ കണ്ടില്ലേ ആ ഒരു ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വാട്സപ്പിലേക്ക് ഒന്നും കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വ്യക്തിയോട് നമുക്ക് ഇനി ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് വാട്സപ്പിലേക്ക് പോകണ്ട. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഐക്കൺ നമുക്ക് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ലോങ് പ്രസ് ചെയ്തിട്ട് മെല്ലെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് എവിടേക്കാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവെക്കാം. നമുക്ക് നേരെ കാണുന്ന രീതിയിൽ തന്നെ. പിന്നെ നമുക്ക് ഇവരായിട്ട് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടില്ലേ വാട്സപ്പ് തൊട്ടടുത്തുണ്ട്. പക്ഷേ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നില്ല. അതിന് പകരം എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ വ്യക്തിയുടെ പ്രൊഫൈൽ ഐക്കണിൻ്റെ ആ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ആ ഒരു ഐക്കൺ കാണുന്നില്ലേ, അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവരോട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടോ അവരുടെ നിങ്ങൾക്ക് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് നമുക്ക് ഇതേപോലെ ഷോർട്ട് കട്ട് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട? വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് നേരിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്യേണ്ടത് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആഡ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നേരെ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ വന്നു. ഇനി നമുക്ക് ഈ ഒരു സ്ക്രീനിൽ വെച്ചുകൊണ്ട് ഇനി നമുക്ക് അഥവാ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു ഐക്കണിൻ്റെ മേലെ ലോങ് പ്രസ് ചെയ്തിട്ട് റിമൂവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ അത് റിമൂവ് ചെയ്ത് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ ചില സമയത്ത് നമുക്ക് പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഇപ്പം അവരെ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് ഒഴിവാക്കാനും നമുക്ക് സാധിക്കും. ഇത് നല്ലൊരു ഓപ്ഷനാണ്, പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. അത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. എങ്ങനെയുണ്ട്? നല്ല ഓപ്ഷൻ അല്ലേ? ഇതുപോലുള്ള നിങ്ങൾക്ക് അറിയാത്ത പല ഓപ്ഷൻസും ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് ഡെയിലി പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയുന്ന ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അറിയാത്ത ആളുകൾക്കൊന്ന് അറിഞ്ഞോട്ടെ. ഓക്കെ,
അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത ലൈക്ക് ബട്ടണും അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, ഇനിയും ഇതുപോലുള്ള നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.